മനുഷ്യരുടെ ഇടയിൽ, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് എപ്പോഴും കലഹവും പരസ്പര മത്സരവും സംശയവും സ്പർദ്ധയും ഉണ്ടാകുന്നത്, വർദ്ധിക്കുന്നത്? ആത്മീയതയുടെ ആശ്വാസം ഐക്യമാണ് എന്ന് ലോകത്തിൽ എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നിരിക്കെ എന്തുകൊണ്ടാണ് മതമേഖലയിൽ അനൈക്യം വളരെ ശക്തമായി പ്രവർത്തിക്കുന്നത്? എല്ലാവരും ഒരേ മനുഷ്യ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണ് അതിനനുസരിച്ച് പരസ്പര വിശ്വാസത്തിൽ, കരുതലിൽ, സ്നേഹത്തിൽ, സഹിഷ്ണുതയിൽ കഴിയുവാൻ മാനവരാശി പരാജയപ്പെടുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എന്നെപ്പോലെ നിങ്ങളേവരും ചിന്തിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും താല്പര്യമുണ്ട്. അത് സംബന്ധമായ നാം പ്രാപിച്ചിട്ടുള്ള അറിവുകൾ പരസ്പരം കൈമാറുന്നത് നമുക്കേവർക്കും പ്രയോജനം ചെയ്യും. അത് അഭിലഷണീയമായ ഒരു ശ്രമമാണ് എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള വളരെ ലളിതമായ ചില ചിന്തകൾ ഏവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യരെന്തുകൊണ്ടാണ് ശിഥിലീകരിച്ച് പോകുന്നത്, പരസ്പരം അകന്നു പോകുന്നത്, ആ അകൽച്ചയുടെ മനോഭാവം വെച്ചു പുലർത്തുന്നത് കൊണ്ട് പരസ്പരം കലഹിക്കുന്നത്, ഛിദ്രീകരിക്കപ്പെട്ടു പോകുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഒരു ലളിതവും അടിസ്ഥാനപരവുമായ അറിവ് ഉണ്ടാകുന്നത് പ്രയോജനപ്പെടും, സംശയമില്ല. നമുക്കേവർക്കും പരിചയമുള്ള ഒരു പുരാണ ഇന്ത്യൻ കഥ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനത് ചിന്തകൾ ആരംഭിക്കട്ടെ. അത് 5 അന്ധരായ ആളുകൾ ആനയെ കാണാൻ പോയ കഥയാണ്. ഓരോരുത്തരും ആനയുടെ ശരീരത്തിൻ്റെ ഓരോരോ അംശങ്ങളിൽ തൊട്ടു. ഒരാൾ വാലിൽ തൊട്ടു, ഒരാൾ കാലിൽ തൊട്ടു, ഒരാൾ വയറിൽ തൊട്ടു, ഒരാൾ ആനയുടെ ചെവിയിൽ തൊട്ടു, ഒരാൾ ആനയുടെ തുമ്പിക്കൈയിൽ തൊട്ടു. ഓരോരുത്തരും ആനയുടെ ഏത് ഭാഗത്ത് ആ വ്യക്തി സ്പർശിച്ചു അല്ലെങ്കിൽ തൊട്ടു എന്നതിനെ ആസ്പദമാക്കി മാത്രം ആന എന്നാൽ ഇങ്ങനെയാണ്, ആനയെന്ന് പറഞ്ഞാൽ ഒരു വലിയ തൂണാണ്, അല്ലെങ്കിൽ ഒരു വലിയ കരിങ്കൽ പാറയാണ്, അങ്ങനെ മറ്റും ഓരോ ധാരണകൾ. ആ ധാരണ മാത്രമാണ് ആന എന്ന് നിർബന്ധം പിടിച്ച് പരസ്പരം കലഹിച്ചുകൊണ്ടേയിരുന്നു എന്ന ഒരു കഥ നാം കേട്ടിട്ടുണ്ട്. ഈ ഓരോരുത്തരും പറയുന്നത് അവരുടെ അറിവിൻ്റെ പരിധിയിൽ ശരിയാണ്. പക്ഷേ എല്ലാവരും പറഞ്ഞത് ആന എന്ന് പറയുന്ന ആ ഏകീകൃതമായ പ്രതിഭാസത്തെ പരാമർശിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് തികച്ചും തെറ്റാണ്. ഈ വ്യത്യാസം ദയവായി കൃത്യമായി മനസ്സിലാക്കുക. ഓരോരുത്തരും അവരവർ അനുഭവിച്ചതിൻ്റെ, അനുഭവത്തിൽ കൂടെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന നിലപാടുകൾ അവരുടെ പരിമിതിയുടെ ചട്ടക്കൂടിനുള്ളിൽ തികച്ചും അന്വർത്ഥമാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഞാനതാണ് അനുഭവിച്ചറിഞ്ഞത്, അതുകൊണ്ട് അതിൽ തന്നെ ഞാൻ വിശ്വസിക്കും. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നത് മാത്രം ശരിയാണ് എന്ന് നിർബന്ധം പിടിക്കാൻ മാത്രമേ ആ വ്യക്തിക്ക് സാധ്യമാകുകയുള്ളൂ. കാരണം അവൻ സ്പർശിച്ചത് ആനയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ്. അങ്ങനെയുള്ള 5 പേർ ആന എന്നാൽ എന്താണ് എന്ന വിഷയം പരിഗണിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, ആ ചർച്ച നിശ്ചയമായും പരസ്പര കലഹത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് മതമേഖലയിൽ ഛിദ്രം അല്ലെങ്കിൽ പരസ്പര മത്സരം അല്ലെങ്കിൽ പരസ്പര വെറുപ്പ്, അറപ്പ്, ദേഷ്യം, ഹെയ്റ്റ്രഡ് ഒക്കെ ഉണ്ടാകുകയും അത് വളരെ ശക്തമായ മനുഷ്യരെ ബാധിക്കുകയും ചെയ്യുന്നത് എന്നതാണ് ഇതിനകത്തെ യുക്തി. എന്നാൽ
അന്ധരായ ആളുകൾ അവർ സ്പർശിച്ച ആനയുടെ ശരീരത്തിൽ അവർ സ്പർശിച്ച ഭാഗത്തെ അനുസരിച്ച് ആന എന്താണെന്നുള്ള ആശയം അവർ രൂപീകരിക്കുമ്പോൾ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവർ പറയുന്ന 5 ഭാഗങ്ങളും അവരുടെ അനുഭവത്തിൽ വേറിട്ട ഘടകങ്ങളാണ് എങ്കിലും ആന എന്ന ആ ഒരു ജീവിയുടെ അനുഭവത്തിൽ ഈ 5 ഭാഗങ്ങൾ പരസ്പരം കലഹിക്കുന്നവയല്ല. ആനയുടെ വാല് അതിൻ്റെ കാലിനോടും, അതിൻ്റെ കാല് അതിൻ്റെ വയറിനോടും, അതിൻ്റെ വയർ അതിൻ്റെ ചെവിയോടും, ചെവി അതിൻ്റെ തുമ്പിക്കൈയോടും കലഹിക്കുന്നില്ല, കലഹിക്കാൻ സാധ്യമല്ല. അങ്ങനെ കലഹിക്കുന്നെങ്കിൽ ആന പിന്നെ ഉണ്ടാവില്ല. അതേസമയം തന്നെ ജീവിച്ചിരിക്കുന്ന ആനയുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ സ്പർശിച്ചിട്ട് ഭാഗികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആന ഇത് മാത്രമാണ് എന്ന് നിർബന്ധിക്കുമ്പോൾ, അങ്ങനെ നിർബന്ധിക്കുന്ന ആളുകൾ 100% ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൺവിക്ഷനോടും കൂടെയാണ് പറയുന്നത് എന്നതിൽ സംശയമില്ല. പക്ഷേ അവരെത്രമാത്രം ഉത്തമ ബോധ്യത്തോടെ പറഞ്ഞാലും നിർബന്ധം പിടിച്ചാലും അവരുടെ നിലപാട് ആത്യന്തികമായി ന്യായീകരിക്കാൻ സാധ്യമല്ല. ആന എന്ന പ്രതിഭാസത്തെ ആകമാനം പരിഗണിച്ചാൽ ഓരോരുത്തരും പറയുന്നത് അപക്വതയാണ് എന്നും അപൂർണമാണ് എന്നും അപൂർണമായതുകൊണ്ട് തന്നെ അസത്യമാണ് എന്നും ഒരു വിധത്തിലും ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ അർഹതയില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഓരോരോ വ്യക്തി പറയുന്നത് അവൻ്റെ മാത്രം കാഴ്ചപ്പാടിൽ അനുഭവത്തിൻ്റെ പരിധിയിൽ വെച്ച് നാം പരിഗണിച്ചാൽ അവൻ പറയുന്നത് ആത്യന്തികമായ സത്യമാണെന്ന് അവനും നമുക്കും തോന്നും. ഇപ്പോൾ അന്ധനായ ഒരു വ്യക്തി തൊട്ട ആനയുടെ ശരീരത്തിലെ ആ ഭാഗം മാത്രമേ നാമും തൊട്ടിട്ടുള്ളൂ, കണ്ടിട്ടുള്ളൂ എങ്കിൽ അവൻ പറയുന്നത് ആത്യന്തികമായ സത്യമാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഈ ഒരു മർമ്മം മനസ്സിലാക്കുക. ഇനി അവിടെ രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ ആനയുടെ ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ ഇപ്രകാരം ഒരു ദർശനം കാഴ്ചവെക്കാൻ കാര്യമെന്താണ്? അതാണ് രണ്ടാമത്തെ കാര്യം. അത് വ്യക്തമായി നാം ധരിച്ചിരിക്കണം. ഇതിൻ്റെ കാരണം, നമ്മുടെ അനുഭവത്തിൽ അറിവിൽ ആനയാണ് ഏറ്റവും വലിപ്പമുള്ള ഒരു മൃഗം. നമ്മുടെ ഇടയിൽ കാണ്ടാമൃഗമില്ലല്ലോ. ഭാരതത്തിൽ ജിറാഫില്ലല്ലോ. വലിയ പൊക്കമുള്ള 30 അടി 35 അടി പൊക്കമുള്ള ജിറാഫില്ല. അതുപോലെ വലിയ വലിയ മൃഗങ്ങൾ പണ്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു. നമ്മുടെ ഇടയിലുള്ള ഏറ്റവും വലിയ മൃഗം ആനയാണ്. അതുപോലെ തന്നെ അതിന് സമാനമായി മനുഷ്യൻ ജീവിക്കുന്ന ഈ ലോകം വളരെ വലുതാണ്. അപ്പം നാമും ആനയും തമ്മിൽ, ഒരു അന്ധനും ആനയും തമ്മിലുള്ള ബന്ധം അതിലൊരിക്കലും പൂർണ്ണത വരാൻ സാധ്യമല്ല. ഒരു അന്ധന് അവൻ സ്പർശിക്കുന്ന ഇടം മാത്രമേ അറിയുവാൻ സാധ്യമാകുകയുള്ളൂ. കാരണം അന്ധൻ്റെ കണ്ണ് അവൻ്റെ വിരൽ തുമ്പ് മാത്രമാണ്. അതവൻ്റെ പരിമിതിയാണ്. പക്ഷേ വിരൽ തുമ്പ് കൊണ്ട് തൊടുമ്പോൾ ദൂരെ മാറി നിന്ന് കണ്ണുകൊണ്ട് ആനയെ കാണുന്നതിനേക്കാൾ കൂടുതൽ ശക്തവും വ്യക്തവുമായ ഒരനുഭവം അന്ധനുണ്ടാകും. അത് സംശയമില്ല. പക്ഷേ അവൻ്റെ ആ പ്രത്യേകമായ ആ കഴിവാണ് അവൻ്റെ പരിമിതി. അവൻ ഭാഗികമായി അറിയുന്നതിനെ ശക്തമായി അനുഭവിക്കുന്നു. ഈ രണ്ടും കൂടെ ചേരുമ്പോൾ ഭ്രാന്തായിത്തീരുന്നു. ഇത് നാം വ്യക്തമായി തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ ലോകത്തോടും അതിൽ നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളോടും ബന്ധം പുലർത്തുമ്പോൾ, പ്രത്യേകിച്ച് ഭൗമവും അഭൗമവുമായ ഘടകങ്ങളുടെ ആകെത്തുകയോട് ബന്ധം പുലർത്തുമ്പോൾ, അതിലും പ്രത്യേകിച്ച് അഭൗമമായതിനോട് നാം ബന്ധം പുലർത്തുമ്പോൾ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഇവയെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് വളരെ പരിമിതമാണ്. മനുഷ്യൻ ലോകത്തെയും യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയുന്നത് തികച്ചും ഭാഗികമായിട്ട് മാത്രമാണ്. നിങ്ങൾ ഏത് സംഭവം എടുത്താലും, നിങ്ങൾ ഏത് പുസ്തകം വായിച്ചാലും, നിങ്ങൾ ഏത് അനുഭവത്തെപ്പറ്റി ധ്യാനിച്ചാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് സത്യമെന്ന്, പ്രാവർത്തികമായ സത്യമെന്ന്, വ്യാവഹാരിക സത്യമെന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ അയൽപക്കത്ത് നടക്കുന്ന ഒരു സംഭവം അത് വളരെ ലളിതമാണെങ്കിലും നിങ്ങളതിനെ പൂർണ്ണമായി അറിയുന്നില്ല, ഞാനതിനെ പൂർണ്ണമായി അറിയുന്നില്ല. യാതൊരു സംശയം വേണ്ട. ഒരു കുടുംബത്തിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളെ കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് വ്യത്യസ്തമായ വിധത്തിലാണ്. കാരണം അവരോരോരുത്തരും അത് ഭാഗികമായി മാത്രം
അറിയുന്നു, അനുഭവിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ്, ഇത് കരുതിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നാം ഇപ്പോൾ ഭാഗികമായി മാത്രം അറിയുന്നു. നാം ഇപ്പോൾ ഭാഗികമായി മാത്രം അറിയുന്നു. നാം പൂർണ്ണതയിൽ വസിക്കുന്നവരോ പൂർണ്ണതയുടെ വെളിച്ചത്തിൽ യാഥാർത്ഥ്യങ്ങളെ, ലോകത്തിന് അതീതമായ, ദൃശ്യമായ ലോകത്തിന് അതീതമായ അഭൗമമായ യാഥാർത്ഥ്യങ്ങളെ ഒന്നും തിരിച്ചറിയാൻ കഴിവുള്ളവരല്ല. പക്ഷേ നമ്മുടെ സംസാരമൊക്കെ കേട്ടാൽ നാം ലോകത്തെ മുഴുവനും നമ്മുടെ ഉള്ളം കയ്യിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നവരാണെന്നൊക്കെ തോന്നിപ്പോകും. അതറിവില്ലാത്തത് കൊണ്ടാണ്. കൂടുതൽ നാം യഥാർത്ഥത്തിൽ അറിവ് പ്രാപിക്കുന്തോറും നാം കൂടുതൽ എളിമയുള്ളവരായി, ബൗദ്ധിക എളിമയുള്ളവരായി, ഇൻ്റലക്ച്വൽ ഹ്യൂമിലിറ്റി ഉള്ളവരായി മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ മതമേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കെല്ലാം അവർ പറയുന്നത് മാത്രമാണ്, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നത്? അവർക്ക് വളർച്ചയില്ലാത്തത് കൊണ്ടാണ്, അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെപ്പറ്റി ആളുകൾക്ക് പറയുന്നത് കേട്ടാൽ വാസ്തവത്തിൽ ചിരിച്ച് നമ്മൾ പണ്ട് കപ്പും. ദൈവത്തെപ്പറ്റിയുള്ള A to Z അവർക്കറിയാം. ദൈവത്തിന് പോലും അറിയാൻ മേലാത്ത കാര്യം അവർക്കറിയാം. ദൈവം ആരെ വെറുക്കുമെന്നും ആരെ സ്വീകരിക്കുമെന്നും ആർക്ക് വേണ്ടി ഉദവികൾ ചെയ്യുമെന്നും ആരെയൊക്കെ കുഴിയിൽ തള്ളിയിടുമെന്നും ദൈവം ആരെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നും ആരെ നരകത്തിലിട്ട് വറുത്ത് ഉപ്പരി പോലാക്കുമെന്നും ഒക്കെ അവർക്കറിയാം. അവരറിയുന്നതിനപ്പുറത്തുള്ളൊരു ദൈവമില്ല. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വിഷയം. അപ്പോൾ നാം തിരിച്ചറിയേണ്ട രണ്ടാമത്തെ കാര്യം എന്താണ്? മനുഷ്യൻ്റെ പരിമിതികൾ വളരെ അധികമായതുകൊണ്ട് ലോകത്തോടും ലോക യാഥാർത്ഥ്യങ്ങളോടും എല്ലാറ്റിനുമുപരി അഭൗമമായ സാധ്യതകളോടും മനുഷ്യൻ പുലർത്തുന്ന ബന്ധം തികച്ചും ഭാഗികമാണ്. അതിൻ്റെ ഒരു ചെറിയ ഒരു അണുവിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോധതലങ്ങളിൽ സ്പർശിക്കാൻ സാധ്യമാകുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നാം ഈ ലോക യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും ദൈവസംഘങ്ങളെപ്പറ്റിയും അഭവമായ സാധ്യതകളെപ്പറ്റിയുമൊക്കെ പരാമർശിക്കുമ്പോൾ ഈ ആനയെ കാണാൻ പോയ അന്ധരെ പോലെ അവിടെയും ഇവിടെ ഒന്ന് തൊട്ടിട്ട് നമ്മുടെ ഭാഗികമായ അറിവുകൾ, അത് മാത്രമാണ് ആത്യന്തികമായ അറിവുകളെന്ന് തികച്ചും തെറ്റിദ്ധരിച്ച് ആ തെറ്റിദ്ധാരണയുടെ, അതാണ് യഥാർത്ഥത്തിലുള്ള അജ്ഞത. ആ അജ്ഞതയുടെ അന്ധകാരത്തിൻ്റെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറയുന്നതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു മുറിയിൽ 100 പേരുണ്ടെങ്കിൽ അവർ സംഭാഷണം ആരംഭിച്ചാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിത്തീരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പരസ്പരമായ ഒരു പൊതുധാരണയിലെത്തുവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാൻ ഏകദേശം 30 വർഷത്തോളം ഇൻ്റർ റിലീജിയസ് ഡയലോഗിലൊക്കെ ഒത്തിരി പങ്കെടുത്ത ആളാണ്. ആത്യന്തികമായ ആദ്യം മുതൽ അവസാനം എൻ്റെ അനുഭവം ഇതാണ്: ഈ മതസൗഹാർദ്ദം വളർത്തുന്നതിന് വേണ്ടി ഇൻ്റർ റിലീജിയസ് മൂവ്മെൻ്റൊക്കെ നടത്തുമ്പോൾ, അതിൻ്റെ വിവിധമായ പ്രസ്ഥാനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ഉദ്ദേശിച്ചതിൽ നിന്ന് ഘടകവിരുദ്ധമാണ്. അതിൻ്റെ മൂല കാരണം എന്താണെന്ന് അറിയാൻ പോലും താല്പര്യമില്ലാത്ത ആളുകളാണ് ഇത് വലിയ അജണ്ട കൊണ്ട് നടക്കുന്നത്. ഞാൻ അധികം നാൾ ഇതിൻ്റെ പുറകെ നടന്നത് കൊണ്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുവാനും ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊള്ളത്തരവും കുഴികളും തിരിച്ചറിയുവാനും ഇടയായി. ആ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സങ്കല്പങ്ങളിൽ യാഥാർത്ഥ്യങ്ങളുടെ ചില കഷ്ണങ്ങൾ മാത്രം, വേറിട്ട കഷ്ണങ്ങൾ മാത്രമേ സ്ഥിതി ചെയ്യുകയുള്ളൂ. അതറിയാതെ ഓരോരുത്തരും അവരറിയുന്ന കഷ്ണം അപ്പുറത്തെ അയൽക്കാരൻ്റെ കഷ്ണങ്ങളോട് മത്സരിക്കത്തക്കവണ്ണം, കിടപിടിക്കത്തക്കവണ്ണം ഇങ്ങനെ എടുത്തു പിടിച്ചുകൊണ്ട് നിൽക്കുക. എൻ്റെ ആനയുടെ വാല്, നിൻ്റെ ആനയുടെ കാല്, ഇത് തമ്മിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ, യാതൊരു സാമീപ്യവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്കിടാനായിട്ട് നിൽക്കുകയാണ്. ഇത് രണ്ടുപേരും അജ്ഞതയുടെ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് ഈ ഭ്രാന്ത് പറയുന്നതെന്ന് അവർക്കറിഞ്ഞുകൂടാ. അപ്പോൾ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ യാഥാർത്ഥ്യങ്ങളുടെ അങ്ങുമിങ്ങുമുള്ള കഷ്ണങ്ങളെ മാത്രം സ്പർശിച്ച് അവൻ രൂപീകരിക്കുന്ന ആ ഒരു ധാരണകളെ ആസ്പദമാക്കി നിലപാടുകളെടുക്കുമ്പോൾ ഒരുത്തൻ മറ്റവൻ്റെ ശത്രുവായിത്തീരുന്നു. ഒരുത്തൻ പറയുന്നത് മറ്റവൻ പറയുന്നതിനെ ഖണ്ഡിക്കുന്നു. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആരും അവർ പറയുന്നത് ഖണ്ഡിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുന്നവരല്ല. നമ്മളങ്ങനെയാണ്, ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ്, നാം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മറ്റുള്ളവർ നിങ്ങളെ എപ്രകാരം കാണുന്നു, കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ അങ്ങോട്ടും ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം അസത്യമാണ് അല്ലെങ്കിൽ അപൂർണമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ
നിങ്ങൾക്കതിനകത്ത് നല്ല ദേഷ്യം വരും. അതുപോലെ മറ്റുള്ളവർക്കും വരും എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒരു ഗുണം, അവർക്ക് മറ്റുള്ള മതം അനുയായികളുടെ ഇടയിൽ പോയി അവരെ മതപരിവർത്തനം നടത്തുന്നത് അവിടെ വലിയ ഒരു അവകാശവും നേട്ടമൊക്കെയാണ്. പക്ഷേ ആളുകൾ ഇങ്ങോട്ട് വന്നാൽ അവരെ ഞങ്ങൾ അപ്പോൾ പണി കൊടുക്കും. അത് ഞാനീ പറയുന്ന രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ അത് ആത്മീയമായ പരിവേഷമൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഒരു കാലത്ത് ആളുകൾ ധരിച്ചിരുന്നു. ഞാൻ ഇപ്രകാരമുള്ള ഒരു യുക്തി അനുസരിച്ച് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ അങ്ങനെ ആളുകൾ അധികം പറയില്ല. നാം അങ്ങോട്ട് ചെന്ന് നമുക്കുള്ള മത സ്വാതന്ത്ര്യമനുസരിച്ച് മറ്റുള്ളവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും നമ്മുടെ ഇടയിൽ വന്ന അവരുടെ മതപരമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവിടെ ആത്മീകമായ വിഭവങ്ങൾ പങ്കിട്ട് അതിൽ ആകർഷിതരായ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. സ്വാതന്ത്ര്യം എന്നത് ഒരു വൺ വേ ട്രാഫിക് ആകാൻ ഒരിക്കലും ഒക്കെയില്ല. അപ്പം അതുകൊണ്ട് ഈ ഭാഗികമായി മാത്രം അറിയുന്ന ആളുകൾ, അവർക്ക് സത്യത്തെ തിരിച്ചറിയുവാൻ ഒരു വിധത്തിലും സാധ്യമല്ല. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശീകരിച്ചാൽ മാത്രമേ തങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ഒക്കുകയുള്ളൂ എന്ന് യഹൂദ മത പുരോഹിത വർഗം തീരുമാനിച്ചു. ഭാഗികമായ മതവർഗീയ ബോധത്തിൻ്റെ ഉടമകളായിരുന്ന പുരോഹിതവർഗം എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അതിന് മാറ്റം വരികയില്ല എന്ന് ഞാൻ പറയുമ്പോൾ അത് ചരിത്ര സത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അത് വ്യക്തിപരമായ അഭിപ്രായമല്ല, ഇത് ചരിത്ര സത്യമാണ്. അല്ലാത്ത ഒരു പുരോഹിതവർഗത്തെയും ചരിത്രത്തിൽ കൂടെ എനിക്ക് പരിചയപ്പെടുവാനോ സമകാലീന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാനോ സാധിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക. എൻ്റെ ധാരണകൾ തിരുത്തുവാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. നാം ഭാഗികമായി അറിയുന്നു, പക്ഷേ നമ്മുടെ അറിവ് ഭാഗികമാണെന്ന് നാം അറിയാതെ നമ്മുടെ അറിവ് പൂർണ്ണമാണെന്ന് വിചാരിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കുന്ന ആളുകളെ നമ്മുടെ ശത്രുക്കളായി നാം തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടാമത്തെ മർമ്മമാണ്. ഇനി മൂന്നാമത്തെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ, നാം അന്ധരായതുകൊണ്ട് നാം കണ്ട ആന വാലും കാലും വയറും എന്നൊക്കെ നാം പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, ആനയെന്ന് പറയുന്ന ജീവിക്കുന്ന പ്രതിഭാസത്തിൻ്റെ അവസ്ഥയിൽ നോക്കുമ്പോൾ വ്യത്യസ്തമെന്ന് നാം നിർബന്ധിക്കുന്ന ഈ ഘടകങ്ങൾ പരസ്പരമായി യാതൊരു പൊരുത്തവുമില്ല, യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ നാം പറഞ്ഞിരിക്കുന്ന ഈ അവയവങ്ങൾ, ഓരോ അവയവവും എല്ലാ അവയവങ്ങളെയും അന്വേഷിക്കുകയാണ്. ഒരു ജീവനുള്ള ജീവിക്കുന്ന ആനയുടെ ശരീരത്തിൻ്റെ വിവിധ അംഗങ്ങൾ, ഓരോ അംഗവും ഓരോ അവയവവും എല്ലാ അവയവങ്ങളെയും എപ്പോഴും നിരന്തരം അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ജീവൻ എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പറയുന്നത് ഐക്യം ജീവൻ്റെ മർമ്മമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തൻ്റെ അന്തിമ പ്രാർത്ഥനയിൽ എന്താണ് പിതാവായ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്? നീ എനിക്ക് തന്ന ജനം ഒന്നായി എപ്പോഴും വസിക്കുവാൻ കൃപ നൽകണമേ. ഈ ജനത്തിൻ്റെ മധ്യത്തിൽ അനൈക്യത്തിൻ്റെ വിഷം ഒരിക്കലും ഉണ്ടാകരുതേ. നീ എൻ്റെ ജനമെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ പറ്റി മാത്രമല്ല ദയവായി മനസ്സിലാക്കുക. കാരണം യേശുവിൻ്റെ വ്യക്തിത്വം തന്നെ സാർവലൗകികതയുടെ വ്യക്തിത്വമായിരുന്നു. സർവ്വലോകത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷമായിട്ടാണ് അവൻ വന്നത്. അതുകൊണ്ട് നീ എനിക്ക് തന്ന ജനമെന്ന് പറഞ്ഞാൽ മനുഷ്യജാതി മുഴുവനുമാണ്. അതുകൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനികളാകണമെന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ദൈവത്തെ അറിയണം. യേശു ദൈവത്തിലേക്കുള്ള വഴിയാണ്. ആരൊക്കെ ദൈവത്തിലേക്കുള്ള വഴിയിൽ സത്യസന്ധമായി സഞ്ചരിക്കുന്നു അവരെല്ലാം യേശുവിനെ അറിയുന്നവരാണ്. അവർ ക്രിസ്ത്യാനികളാകണമെന്നേ ഇല്ല. അവർ ജീവൻ്റെ വഴിയെ സഞ്ചരിക്കുന്നു, അവർ നിത്യജീവൻ കണ്ടെത്തുന്നു. ഇത് മാത്രമാണ് ഇവിടുത്തെ ലക്ഷ്യം. ആരെയും ക്രിസ്ത്യാനികളാക്കുക എന്നത് യേശുവിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. യേശു ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. എന്നെങ്കിലും തിരിച്ചറിയാനുള്ള വിവേകം ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇപ്പോൾ നാം നോക്കുമ്പോൾ യാതൊരു പൊരുത്തവുമില്ലാതെ പരസ്പരമായ വൈരാഗ്യത്തിൽ അകന്നകന്ന് കഴിയേണ്ട ഈ കഷണങ്ങൾ ആനയെന്ന് പറയുന്ന ജീവൻ്റെ പ്രതിഭാസത്തിൻ്റെ ആ വെളിച്ചത്തിൽ നാം കാണുമ്പോൾ അവ പരസ്പരം ഒന്നായിത്തീരുവാൻ, എപ്പോഴും ഒന്നായിരിക്കാൻ മാത്രം ആഗ്രഹിക്കുകയും വ്യഗ്രത കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. അവ അവിഭാജ്യ ഘടകങ്ങളാണ്. നാം നോക്കുമ്പോൾ പരസ്പരമായ ഒരു പൊരുത്തവുമില്ലാത്ത ഘടകങ്ങൾ യഥാർത്ഥത്തിൽ അവ ഒന്നാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയും. ഈ ഒരു ദർശനം വാസ്തവത്തിൽ ഹിന്ദു
സ്പിരിച്വൽ ഫിലോസഫിയിൽ ഉണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതേ ദർശനമാണ് യേശുവിൻ്റെ ആത്യന്തികമായ ദർശനമെന്ന് സുവിശേഷങ്ങൾക്കൂടെ നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലുള്ള എല്ലാ ആത്മീയ ദർശനങ്ങളും ഒന്നുപോലെ തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം, മനുഷ്യൻ വ്യത്യസ്തമെന്നും പരസ്പര പൊരുത്തമില്ലാത്തതെന്നും ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണെന്നൊക്കെ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, സാധ്യതകൾ, ഘടകങ്ങൾ, അവ ആത്യന്തികമായി ഒരേ പ്രതിഭാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. ദേ ആർ ഓർഗാനിക് പാർട്സ് ഓഫ് ദ സെയിം ഓൾ കോംപ്രിഹെൻസീവ് എൻറ്റിറ്റി. ഇതിനെല്ലാം കോർത്തിണക്കുന്ന, എല്ലാറ്റിനെയും ഉള്ളിൽ വഹിക്കുന്ന, എല്ലാറ്റിനെയും സംഗ്രഹിക്കുന്ന ആ തത്വത്തിൻ്റെ പേരാണ് ദൈവം. ദൈവത്തെ ഭാഗികമായി ചിത്രീകരിക്കുന്നത് ദൈവസങ്കല്പത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ളവർ ദൈവത്തെ അറിയുന്നില്ല. അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നു. അവർ ജീവിക്കുന്ന ദൈവത്തെ അറിയുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ട് ഇന്ന മതക്കാർ മാത്രമേ ബിംബാരാധകരുള്ളൂ, ഞങ്ങളൊക്കെ സത്യദൈവത്തെ അറിയുന്നവരാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഴമ്പുമില്ല. നമ്മൾ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി സത്യദൈവത്തെ അറിയുന്നു, ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനം ആ വലിയ തത്വത്തിനനുസരിച്ച് കാഴ്ചപ്പാടുകളും വ്യക്തിത്വവും വളർത്തിയെടുക്കുവാൻ കൂട്ടാക്കുന്നു എന്നത് തന്നെയാണ്. ബിംബാരാധന മർമ്മത്തെ ആശ്രയിച്ച് ജീവിക്കുകയും അതിനനുസരിച്ച് ലോകത്തെ കണ്ടെല്ലാം എനിക്ക് ശത്രുവാണ്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതിന് വ്യത്യസ്തമായതെല്ലാം അക്രൈസ്തവമാണ്, അത് പിശാചിൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അവർ ബിംബാരാധനക്കാർ തന്നെയാണ് എന്നതാണ് ഇന്നത്തെ സത്യം. ആര് തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും സത്യത്തെ സാക്ഷീകരിക്കുക കടമയായതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇടയിൽ ഇപ്പം ഏക രക്ഷകനായ ക്രിസ്തുവിൽ മാത്രമേ രക്ഷയുള്ളൂ, ക്രിസ്തുവാണ് സഭയുടെ അടിസ്ഥാനം എന്നൊക്കെ അർത്ഥമില്ലാതെ, അർത്ഥം എന്താണെന്ന് അറിയാൻ വയ്യാതെ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്തുകൊണ്ടാണ് ഐക്യമില്ലാത്തത്? നാം അന്വേഷിക്കണ്ടേ? അപ്പോൾ ക്രിസ്തു ശരീരത്തെ പോലും അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിയുവാൻ കൂട്ടാക്കാത്ത ക്രിസ്തു ശരീരത്തെ, നാം ഉപയോഗിച്ച കഥയുടെ വെളിച്ചത്തിൽ പറഞ്ഞാൽ, ക്രിസ്തു ശരീരത്തെ ഒരു ആനയായി മാത്രം കാണുകയും ആ ആനയെ കാണാൻ പോയ അന്ധരെ പോലെ അവിടെ ഇവിടെയും തൊട്ടിട്ട് ഇത് മാത്രമാണ് ക്രിസ്തു, ഇത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞ് നടന്ന് ക്രിസ്തുവിൻ്റെ ശരീരം ഒന്നായിരിക്കേണ്ടത് ഒരു 50,000 കഷ്ണമായി മുറിച്ച് ഓരോ കഷ്ണവും എടുത്ത് നെറുകയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ ക്രിസ്ത്യാനികൾ ഭ്രാന്തന്മാരല്ലെങ്കിൽ പിന്നെ എന്താണ്? നിങ്ങൾ പറയൂ. പ്രത്യേകിച്ച് യേശുവിൻ്റെ അന്ത്യപ്രാർത്ഥനയുമായി എന്തെങ്കിലും ബന്ധമുള്ളവർ. യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജനം ഒന്നായിത്തീരണമെന്നുള്ളതാണ്. അതിനുവേണ്ടി സക്രമം അതിനുവേണ്ടിയാണ് കൽപ്പിച്ചാക്കിയത്. എന്തുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആചരിച്ചത്? അവർ ഒന്നായിരിക്കണം. അതുകൊണ്ടാണ് യേശു നിങ്ങൾ പരസ്പരം സ്നേഹിപ്പീൻ. അതേ സക്രമം എടുത്തിട്ടാണ് ഈ തെരുവീഥിയിൽ കോലാഹലം ഉണ്ടാക്കുന്നത്, വലിയ തടിക്കഷ്ണം കൊണ്ട് തലയ്ക്കടിക്കുന്നത്, പോലീസുകാർ വന്നെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ മര്യാദയ്ക്ക് നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നത്, ഒരേ സഭയിലെ പുരോഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഗുണ്ടകളാണെന്നും മാവിസ്റ്റുകളാണെന്നും പറഞ്ഞ് ആക്ഷേപിക്കുന്നത്, അവർക്ക് ബോധമില്ല എന്ന് പറയുന്നത്. രണ്ട് സഭകൾ തമ്മിൽ വഴക്കിടുന്നത് നമുക്ക് മനസ്സിലാക്കാം, അത് സ്വീകരിക്കാൻ ഭയങ്കരം മനസ്സിലാക്കാം. പക്ഷേ ഒരേ സഭയ്ക്കുള്ളിൽ വലിയ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുവെന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. ഓർത്തഡോക്സ് യാക്കോബ സഭകൾ ഒരു കുടുംബമായിരുന്നു നമുക്കറിയാം. അവരുടെ ഭക്തി മൂത്ത് ഒന്നിന് മറ്റതിനെ കണ്ടുകൂടാ. അവരെല്ലാവരും പരിശുദ്ധന്മാരാണ്. അവരുടെ നേതാക്കന്മാർ അതിവിശുദ്ധ കത്തോലിക്കായും ബാബായും കീബായും ഒക്കെയാണ്. പക്ഷേ ഈ ആത്മീയമായ കാര്യത്തിൻ്റെ എട്ടും പൊട്ടും അറിയാത്ത വെറും ആത്മീയ മന്ദബുദ്ധികളാണിവർ എന്നത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. അല്പമെങ്കിലും ഒരു പോത്തിൻ്റെ ബോധമുള്ളവർ ജനങ്ങളെ ഇപ്രകാരം ആത്മീയമായ കാളരാത്രിയിലേക്ക് നടത്തിക്കൊണ്ടു പോകുകയില്ല. ഇതൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അരിഷ്ടത, ഇങ്ങനെയുള്ള യഥാർത്ഥത്തിൽ ഇതാണ് നരകം. ഈ നരകം നമ്മുടെ ഇടയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്, നാം എങ്ങനെയാണ് ഈ നരകത്തിലായിപ്പോയത് എന്ന് അറിയുവാൻ ദീർഘനാളുകൾ ഈ അരിഷ്ടത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ജനത്തിന് പോലും താല്പര്യമില്ല, അങ്ങനെ അന്വേഷിപ്പാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ
പിന്നെ എവിടെയാണ് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്ന് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ വിഷയത്തെപ്പറ്റി എൻ്റെ മനസ്സിലുള്ള ചെറിയ സങ്കല്പങ്ങൾ ഏവരുമായി പങ്കിടുന്നത് കാലോചിതമാണ് എനിക്ക് തോന്നുവാൻ കാര്യം. നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനികളെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്, മതമെന്ന് പറഞ്ഞാൽ ഉടനെ പരസ്പര സ്പർദ്ധയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത്, വാളെടുക്കുന്ന ഈ പരിപാടി എല്ലാം അഭൗമമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ അഭേദ്യ ഘടകങ്ങളാണ് എന്ന ആത്യന്തികമായ സത്യത്തെ തിരിച്ചറിയുവാൻ ധൈര്യമില്ലാത്ത ചില മത അടിമകൾ കാണിക്കുന്ന ഗോഷ്ഠികൾ, ചേഷ്ടകൾ, അത് പൈശാചികമാണ്. പരസ്പരം സ്നേഹിപ്പാനും പരസ്പര സ്നേഹത്തിൽ മുതിർന്നു വരുവാനും സഹകരണത്തിൽ സന്തോഷം കണ്ടെത്തുവാനും അങ്ങനെ മനുഷ്യജാതിയുടെ നന്മ സഹകരിച്ച് ഒരുമിച്ച് നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുന്നതാണ് മനുഷ്യരാശിയുടെ അഭിമാനവും ആഭരണവും എന്ന് തിരിച്ചറിയുന്നതിന് പകരം മൃഗങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിൽ പരസ്പരമായി വെറുക്കുകയും ആക്രമിക്കുകയും തൊഴിക്കുകയും കടിക്കുകയും ചീത്ത വിളിക്കുകയും ഏതെല്ലാം വിധത്തിൽ പൈശാചികമായി പ്രവർത്തിക്കാമോ അതിൽ നിരന്തരം മുതിർന്നു വരുന്ന വിധത്തിൽ പരസ്പരം കാണുന്ന അവസ്ഥ, ഇതിൽ ദൈവമില്ല, ഇതിൽ വെളിച്ചമില്ല, ഇത് അന്ധകാരത്തിൻ്റെ താണ്ഡവമാണ് എന്ന് നാം തിരിച്ചറിയുന്ന നാൾ നാം ഈ വലിയ ഭോഷത്തരത്തിൽ നിന്ന് മുഖം തിരിക്കുകയും ജീവൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരികയും ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇപ്രകാരമുള്ള ചിന്തകളെ ഒരുമായി പങ്കിടുവാൻ മെനക്കെടുമായിരുന്നില്ല. അതുകൊണ്ട് ഈ അകാലപ്രജ പോലെയുള്ള വയസ്സനായ ഞാൻ നടത്തുന്ന ഈ എളിയ ശ്രമങ്ങൾ എന്നെങ്കിലും ഫലം കാണും എന്ന പ്രതീക്ഷ ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് ഉണർത്തിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കിട്ടുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. ആമേൻ.